പ്രൈം ടോബിറാമയും പ്രൈം മാദ്രയും തമ്മിൽ ഒരു ഫൈറ്റ് നടന്നാൽ അതിൽ ആര് ജയിക്കും നമുക്ക് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഇതുപോലെ ആനിമെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ സബ്സ്ക്രൈബ്. ആദ്യം തന്നെ എല്ലാവർക്കും ഒരു ഡൗട്ട് വരാം, ടോബിറാമ മാദ്രയുടെ അതേ ലെവലിലാണോ എന്നത്. അതിനുള്ള ആൻസർ എന്ന് പറയുന്നത് തന്റെ പ്രൈം ടൈമിൽ 20 എസ് റാങ്ക് ഷിനോബികളെയും 2 നയൻറ്റീൽസ് ജിൻജൂറികളെയും ഒരേ സമയം ടോബിറാമ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട്. 5 കാഗേമാരെക്കാളും മുകളിലാണ് ടോബിറാമയുടെ പൊസിഷൻ എന്ന് ഇത് മാത്രം പ്രൂവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പണ്ട് ടോബിറാമ ഈസുന ഉച്ചിഹയെയും തോൽപ്പിച്ചിരുന്നു. അന്ന് ഈസുനയെ മാദ്രയുടെ ഈക്വൽ ആയിട്ടാണ് കൺസിഡർ ചെയ്തിരുന്നത്. പക്ഷേ പിന്നീട് ഈസുനയുടെ ഐ യൂസ് ചെയ്ത് മാദ്ര ഇറ്റേണൽ മങ്കേക്കു ഷാരിംഗൻ അവേക്കൻ ചെയ്യുകയും പെർഫെക്റ്റ് സൂസനോ വഴി ഒരു ഹയർ ലെവലിലേക്ക് എത്തുകയും ചെയ്തു. കുട്ടിക്കാലം മുതലേ ഹാഷിറാമയോടുള്ള ബാറ്റിൽ എക്സ്പീരിയൻസ് കാരണം ഒരു റിയൽ ഫൈറ്റിൽ മാദ്രയുടെ റോ പവറും ടൈജൂട്സും ഗോഡ് ലെവൽ ആണ് എന്നതിൽ ആർക്കും ഒരു ഡൗട്ടും വേണ്ട. എങ്കിലും 70% സ്ട്രെങ്ത് മാത്രം ഉണ്ടായിരുന്ന ടോബിറാമ 10 ടൈൽസ് ആയിട്ടുള്ള ഒബീറ്റോക്കെതിരെ നടത്തിയ പെർഫോമൻസ് നമുക്ക് മാറ്റി നിർത്താൻ പറ്റത്തില്ല. ഫ്ലൈയിങ് റൈജിന് യൂസ് ചെയ്ത് ഷാരിംഗനെ സ്പീഡിൽ കൗണ്ടർ ചെയ്യാൻ പറ്റും. ബ്രിങ്ങർ ഓഫ് ഡാർക്ക്നെസ് പോലുള്ള ടെക്നിക്കുകൾ യൂസ് ചെയ്ത് മാദ്രയുടെ വിഷനും ബ്ലോക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ട്വിസ്റ്റ് വരുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാദ്ര തന്റെ പെർഫെക്റ്റ് സൂസനോയിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് ബ്രേക്ക് ചെയ്യുക എന്നത് ടോബിറാമയ്ക്ക് ഏറെക്കുറെ ഇമ്പോസിബിൾ ആണ്. സോ ഒരു ഡയറക്റ്റ് കോൺഫ്രണ്ടേഷനിൽ മാദ്ര ഉച്ചിഹ തന്നെയായിരിക്കും വിന്നർ. എങ്കിലും ഉച്ചിഹമാരോടുള്ള തന്റെ സ്നേഹം കാണിക്കാൻ ടോബിറാമയുടെ കയ്യിൽ ഒരുപാട് ഫോർബിഡൻ ജൂട്സസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ടോബിറാമയെ എഴുതി തള്ളാനും പറ്റത്തില്ല. സോ നിങ്ങൾ ഒപ്പീനിയൻ എന്താണ്? ആര് ജയിക്കും? കമന്റ് ബോക്സിലൂടെ പറയൂ.